സംഭവിക്കും എന്ന തീമിന് ആധാരമായി ദൈവവചനം ധ്യാനിപ്പാൻ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 20-ാം വാക്യം ദൈവമക്കളിൽ ഒരാൾ വായിച്ചാൽ. അത് സംഭവിക്കും വരെ. ഇതാണ് നമ്മുടെ കുറിവാക്യം. അത് സംഭവിക്കും. ഒന്ന് ചേർന്ന് പറയാമോ? അത് സംഭവിക്കും. ഈ തലക്കെട്ടിന്റെ കീഴിൽ ചില ചോദ്യങ്ങൾ 1, 2, 3, 4 ക്രമത്തിനിടുകയാണ്. 1, എപ്പോൾ സംഭവിക്കും? 2, എന്തു സംഭവിക്കും? 3, എങ്ങനെ സംഭവിക്കും? 4, എവിടെ സംഭവിക്കും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം, സ്തോത്രം, എന്തു സംഭവിക്കും? ഇന്നലത്തെ തീമിൻ്റെ മുമ്പിൽ ഒരു കുത്ത് കഴിഞ്ഞിട്ട് ഒരു വളഞ്ഞൊരു കൊക്കി പോലെ ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട്. അത് ചുമ്മാതിട്ടതല്ല. കുത്ത് കഴിഞ്ഞ ശേഷം ആ ക്വസ്റ്റ്യന് അർത്ഥമുണ്ട്. ഈ ഞാൻ ചോദിച്ച 4 ചോദ്യങ്ങൾ അതിനകത്തുണ്ട്. 2, അതിനകത്ത് എന്ത് സംഭവിക്കും? ഈ തീം കേൾക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ തമ്മിൽ ചോദിച്ചാണ് എന്ത് സംഭവിക്കും, അതിൻ്റെ ഉത്തരം സഭായോഗത്തിന് വാ, അന്നേരം അറിയാം. എന്തു സംഭവിക്കും? 5 കാര്യങ്ങൾ. 2, എപ്പോൾ സംഭവിക്കും? 2 പ്രധാനപ്പെട്ട പോയിന്റുകൾ. എവിടെ സംഭവിക്കും? ഒരു വാക്യത്തിൽ നിന്ന് ഉത്തരം. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്താം. 4-മത്തത് പിന്നെ എപ്പോഴെങ്കിലും ചിന്തിക്കാം. 1, എന്ത് സംഭവിക്കും? സ്തോത്രം. അന്ധകാര യുഗത്തിന്റെ സായാഹ്നഘട്ടത്തിൽ ഒരു കാലം മുഴുവനും ഉറീമിലൂടെയോ തുമ്മീമിലൂടെയോ പ്രവാചകനിലൂടെയോ വാമൊഴിയായോ വരമൊഴിയായോ ഒന്നും ദൈവശബ്ദം കേൾക്കാതെ നിശബ്ദമായി നിന്നൊരു കാലഘട്ടം. ആ കാലത്തിലും കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിൻ്റെ കർമാരാധനയും ന്യായപ്രമാണത്തിൻ്റെ ശുശ്രൂഷകളും ചിട്ടയായി നടന്നു വരുന്ന ഒരു കാലം. ഏറിയ കാലത്തെ ശുശ്രൂഷയിൽ പരിചയമുള്ള വയോവൃദ്ധനായൊരു മനുഷ്യൻ്റെ ഗ്രഹം. ആ ഗ്രഹത്തിൽ കർത്താവ് വന്ന് തൻ്റെ ദൂതനിലൂടെ അരുളി ചെയ്ത ഒരാലോചനയുടെ ഭാഗമാണ് ഇന്നിവിടെ വായിച്ച് നാം കേട്ടത്. സക്കറിയാവ്, എലിസബത്ത് ദമ്പതികൾ, അവരുടെ കുടുംബത്തിൽ 3-മതൊരു കുഞ്ഞന് അതിഥിയുടെ പേരും നിർദ്ദേശിച്ചത് സ്വർഗം, യോഹന്നാൻ. സ്തോത്രം. എന്നാൽ എന്തു സംഭവിക്കും എന്ന ചോദ്യം നമ്മൾക്ക് സാധാരണ വാക്യത്തിൽ നിന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പം മനസ്സിലാകുന്നത്, സക്കറിയാവിന് എലിസബത്തിനും വയസ്സായപ്പോൾ ഒരു കുട്ടി ജനിച്ചു. അത് ഇത്ര വലിയ സംഭവമാണോ? ആർക്കൊക്കെ ജനിച്ചിട്ടുണ്ട്? സക്കറിയാവിനും എലിസബത്തിനും ഒരു കുട്ടിയല്ലേ ജനിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് കുട്ടികളുണ്ട്. അത് വലിയ സംഭവമാണോ? അപ്പം ഇത് സംഭവമാകാൻ ഒത്തിരി കാരണങ്ങളുണ്ട്. ഈ പ്രമേയത്തിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ 1-മത്തെ പോയിന്റ്, ഓൾഡ് ടെസ്റ്റമെന്റിലെ അർത്ഥാൽ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പ്രവചിച്ചത് ആണ് ഇവിടെ സംഭവിച്ചത്. അഥവാ പ്രവചനത്തിന്റെ നിവർത്തി സംഭവിക്കും. ഒന്ന് ദൈവത്തിന്റെ മഹത്വം കരേറ്റാം. ഈ ദൂത് നമ്മോടുള്ള ബന്ധത്തിലൊന്ന് ഏറ്റെടുക്കാം. ഇന്നലകളിൽ ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന ധാരാളം പ്രവാചകങ്ങളുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്.
ആ വാഗ്ദത്തങ്ങൾക്ക് പ്രത്യക്ഷമായൊരു നിവർത്തി ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അത് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കരേറ്റാം. അങ്ങനെയെങ്കിൽ പ്രവാചകത്തിന് നിവർത്തിയുണ്ട്, അത് സംഭവിക്കും. അത് സംഭവിക്കും. ഒന്നാമത്തെ ഉത്തരം, പ്രവാചകത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തി സംഭവിക്കും. എന്താണ് ഇവിടുത്തെ പ്രവചനം? 3 വാക്യങ്ങളാണ് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. 3 ഭാഗങ്ങളിൽ നിന്ന് 3-ൽ കൂടുതൽ വാക്യങ്ങളുണ്ട്. മലാക്കി 4:5-6 ഒന്ന് വായിക്കാമോ? മത്തായി സുവിശേഷം 17:10-12 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 1:17. ഈ 3 വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കാം. യഹോവയുടെ വലുത് ഭയങ്കരമായ നാൾ വരുന്നതിന് മുന്നമേ ഞാൻ നിങ്ങൾക്ക് ഏലിയാ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന സംഹാര ശബ്ദം കൊണ്ട് ഭൂമിയെ ദണ്ഡിപ്പിക്കാതെ ഇരിക്കേണ്ടതിന് അവൻ, ഏലിയാവ്, അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം നിരപ്പിക്കും. ഈ വാക്യം എവിടെ നിറവേറി? എടുക്കാം. മത്തായി 17:10-12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോ. അപ്പൊ ശാസ്ത്രിമാര് പറഞ്ഞു ഏലിയാവ് മുമ്പേ വരണം. ആർക്ക് മുമ്പേ? മശിഹയ്ക്ക് മുമ്പേ വരണം എന്ന് ശാസ്ത്രിമാർ പറയുന്നുണ്ട്. അവരങ്ങനെ പറയാൻ കാരണം എന്താ? മലാക്കി 4:5-6 പ്രവചിച്ച പ്രവാചകത്തെ വ്യാഖ്യാനം ചെയ്താണ് അവർ പറയുന്നത്. വായിച്ചോ. ഏലിയാവ് വന്നു കഴിഞ്ഞു. അവനോട് ചെയ്തു. വായിച്ചു. അപ്പോ വരുവാനുള്ള ഏലിയാവ് ആര്? ഇനി സക്കറിയാവ് എന്ന ഈ അപ്പനാകുന്നതിന് മുന്നമേ ജനിക്കാനിരിക്കുന്ന മോന ഈ ഏലിയാവെന്ന് സൂചകം കൊടുത്തു. 17-ാം വാക്യം വായിച്ചു. ലൂക്കോസ് 1:17. മതി. ഏലിയാവിന്റെ ആത്മാവ്. അപ്പോൾ സക്കറിയാവിനോട് പറഞ്ഞു, ഈ ജനിക്കാനിരിക്കുന്ന മോൻ ഏലിയാവാ. ഇപ്പൊ സകല നീതിയിലും ന്യായത്തിലും നടന്നിട്ടും കർത്താവേ, എന്താ ഈ നന്മ എൻ്റെ ജീവിതത്തിൽ കിട്ടാതിരിക്കുന്ന? എൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞവരും എനിക്ക് മുമ്പ് കല്യാണം കഴിച്ചവരും എന്നേക്കാൾ ഇളയവരും അവരൊക്കെ അപ്പന്മാരുമായി വല്യപ്പന്മാരുമായി ഇപ്പോഴും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ടില്ല. എന്ത് ഒരു ഉത്തരമുണ്ട്. സ്തോത്രം. സാധാരണ ഒരു തലമുറയല്ല നിന്നിൽ നിന്ന് പുറപ്പെടാനിരിക്കുന്നത്. സ്തോത്രം. ശാസ്ത്രിമാർ ഏറെ നാളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇന്നലകളിൽ പ്രവാചകനിലൂടെ ഞാൻ അരുളി ചെയ്തിട്ടുള്ള പ്രവചനത്തിന്റെ നിവർത്തിയായ അന്ധകാരയുഗത്തിന്റെ സായാഹ്നഘട്ടത്തിലെ ഒരു വ്യത്യസ്തമായ തലമുറയാണ് നിന്നിലൂടെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. പ്രവചനം നിവർത്തിയായി. ആമൻ. പ്രവചനം എവിടെ നിവർത്തിയായി? സക്കറിയാവിൽ നിവർത്തിയായി. എന്നാൽ ആ വചനം ഏറ്റെടുത്ത് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് പറയാം, പ്രവചനം നിവർത്തിയാകും. എന്നെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിയാകും. എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിയാകും. എൻ്റെ തലമുറയെ കുറിച്ചുള്ള പ്രവചനം നിവർത്തിയാകും. അത് വിശ്വസിക്കുന്നവർ ദൂത് ഏറ്റെടുത്ത് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം.
ഹോ റബന ഹതര ജനാദിനിയാദന. ദീർഘകാലം ദൈവം മിണ്ടാതിരുന്നിട്ട് സക്കറിയാവിനോട് 400 വർഷത്തിന് ശേഷം ഒരു മിണ്ടാട്ടം. പുറമറ്റം സഭയോട് ഈ കാലത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് പരിശുദ്ധാത്മാവിനൊരു മിണ്ടാട്ടം. അതിന്റെ കാരണം ചില പ്രവചനങ്ങൾ സഭയ്ക്കകത്ത്, ദേശത്തിൽ, ശുശ്രൂഷയിൽ നിവർത്തിയാകാൻ പോകുകയാണ്. ഇനി കേവലം ഒരു വാഗ്ദാനമായിട്ടല്ല, അതൊരു സംഭവമായി മാറാൻ പോകുന്നു. അവൻ അതൊരു പ്രവൃത്തിയായി മാറാൻ പോകുന്നു. അത് നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്നു. നിന്റെ ചെവി കൊണ്ട് കേട്ടത് അവൻ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. മലാക്കി പ്രവചനം ഒരു പക്ഷേ സക്കറിയാവും മനസ്സിലാക്കിയിട്ടുണ്ടാകുമായിരിക്കാം. ഇത്രയൊന്നും ബൈബിൾ ക്രമീകൃതമായി അന്നില്ലല്ലോ, ഉണ്ടായിരിക്കാം. നബീമിനകത്ത് എപ്പോഴെങ്കിലും എബ്രായ ഭാഷയിൽ ഈ മനുഷ്യനത് വായിച്ചു കാണും. സ്തോത്രം. ഇതിനെക്കുറിച്ച് താൻ പഠിച്ചെടുത്തെന്ന് ഗ്രഹിച്ചു കാണും. ഏലിയാവ് വരണം, ഇത് കേട്ടിട്ടുണ്ടാകും. എന്ന ചെവി കൊണ്ട് കേട്ടതാണ്. ഇപ്പോൾ സക്കറിയാവിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് ചെവി കൊണ്ട് അന്ന് കേട്ടത്. സ്തോത്രം. അവൻ കണ്ണുകൊണ്ട് കാണുക. എവിടെ? അവന്റെ വീട്ടിൽ. എവിടെ? അവനെ തൊടത്തക്ക രീതിയിൽ. എവിടെ? സ്തോത്രം, 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 സ്തോത്രം. ചില വാഗ്ദത്തങ്ങൾ നിനക്ക് തൊടത്തക്ക രീതിയിൽ അവൻ നിന്റെ ഗ്രഹത്തിനകത്ത് വാഗ്ദാനങ്ങൾ അവൻ പ്രത്യക്ഷമായ നിവർത്തിയായി ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു, വെളിപ്പെടുത്താൻ പോകുന്നു. അത് ഏറ്റെടുത്ത് ആരാധിച്ചാട്ടെ. പുറമറ്റം സഭയിൽ, ദേശത്ത് രാത്രിയുടെ യാമങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചിലരുടെ ഭവനങ്ങളിൽ. 2 മത്തായി സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം ഒന്ന് വായിക്കാമോ? 2-ാമത്തെ പോയിന്റ് 11:13. ലൂക്കോസ് 16:16 സെയിം ആണ്. ഒന്ന് എടുത്ത് വെച്ചാൽ മതി, വായിക്കണ്ട. വായിച്ചു. ന്യായപ്രമാണം ഇത്രയേ ഉള്ളൂ. ന്യായപ്രമാണം യോഹന്നാൻ വരെയാണ്. ഈ ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയാവോ? ഒരിക്കൽ ഈ ന്യായപ്രമാണം എന്ന ചാർച്ചക്കാരൻ പുറമറ്റത്തുള്ള നമ്മളെയൊക്കെ രക്ഷിക്കാമോ, രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കൽ പറഞ്ഞു, സഹോദരനെ വീണ്ടെടുക്കാനോ വീണ്ടെടുപ്പ് വില കൊടുക്കാനോ ആ പരിപാടി നടക്കുകയില്ലെന്ന് പറഞ്ഞു. ആമേൻ. നമ്മളൊന്ന് അടുത്ത് ചെല്ലാൻ നിന്നപ്പോൾ ഈ ന്യായപ്രമാണം പറഞ്ഞു, ഇത് മക്കൾക്കുള്ളതാണ്, ഇത് പ്രത്യേക സമ്പത്തായി ഇസ്രയേലിനുള്ളതാണെന്ന് പറഞ്ഞ് ബ്രട്ട് കൽപ്പിച്ചു. ഈ ന്യായപ്രമാണം ഉണ്ടല്ലോ, അത് ആമേൻ നമ്മളെ അകറ്റി നിർത്തി. എന്നാൽ ആമേൻ ഈ ന്യായപ്രമാണത്തിൻ്റെ സീസൺ അത് വിസ്തരിച്ച് എന്താണ് ന്യായപ്രമാണം, അടുക്കന് 1, 2, 3, 4, 5, 6 ക്രമത്തിന് മറുപടി പറയാൻ ഇങ്ങനെ കുറിപ്പുകൾ ഹൃത്തടത്തിനുള്ളിൽ മടക്കിയിരിക്കുക. തൽക്കാലം അത് ആ ഹൃത്തടമെന്ന കീശയിൽ തന്നെ ആശയം കിടന്നോട്ടെ. നമുക്ക് അതിനേക്കാൾ വേഗത്തിൽ സമയം ഘടികാരം പോകുന്നുണ്ട്. അതുകൊണ്ട് കർമ്മകാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണം എന്നുവരെ ആമൻ ഇങ്ങനെ പുകയ്ക്കണം, എന്നുവരെ ഇങ്ങനെ ധൂപകലശം വീശണം, എന്നുവരെ ഈ ആമൻ സ്വോത്രം ഈ മണിനാഥമുള്ള ഉടുപ്പിട്ടുകൊണ്ട് നടക്കണം, എന്നുവരെ ആമൻ ഈ ഇടപാടുകളെല്ലാം ആമൻ ആമൻ നീരാജനം ചെയ്യപ്പെടലും ഉയർത്തലും താഴ്ത്തലും എന്നുവരെ ന്യായപ്രമാണത്തിന്റെ ശുശ്രൂഷകൾ നടക്കണം എന്നുള്ളതിന് ദൈവം ഒരു അതിരിട്ടിരുന്നു. ആ അതിര് യോഹന്നാൻ വരെയാണ്. സ്തോത്രം, സ്തോത്രം.
യോഹന്നാൻ ഇപ്പുറത്തോട്ടുള്ളത് ന്യായപ്രമാണത്തിൻ്റെ കലർപ്പോടുകൂടിയ പകർപ്പല്ല. ഒന്നും കൂടെ തെളിച്ച് പറയാം, ഇവിടെ ഇരിക്കുന്ന ഈ സത്യസഭ ന്യായപ്രമാണത്തിൻ്റെ കലർപ്പുള്ള പകർപ്പ് അല്ലവേ അല്ല. സ്തോത്രം. സകലോരും കേൾക്കേണ്ടതാണിത്. ഇതല്ല, ഇത് ഇടപാട് വേറെയാണ്. അതുകൊണ്ട് ന്യായപ്രമാണം എന്ന ഒരു സീസൺ, ഒരു യുഗം, ഒരു കാലഘട്ടത്തിൻ്റെ കുത്താണ് യോഹന്നാൻ. ആമേൻ. കർമ്മപാണ്ഡ പുഷ്കരമായ ന്യായപ്രമാണ യുഗത്തിൻ്റെ സകല കർമ്മങ്ങൾക്കും അർത്ഥാൽ പ്രവർത്തികളുടെയും അവസാന കണ്ണിയാണ് യോഹന്നാൻ. അങ്ങനെയെങ്കിൽ അവൻ തുടർന്നു വരുന്ന ചില സംഭവങ്ങൾക്ക് എൻ്റെ ദൈവം ഈ വാഗ്ദത്ത സന്തതി വെളിപ്പെടുന്നതോടുകൂടെ അതിന് അറുതി വരികയാണ്. ഈ തുടർച്ച എന്ന് തീരും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ ദൈവം അത് സംഭവിക്കും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ആരാധിക്കാം. മൂന്നാമത്തെ പോയിന്റ് എടുക്കാം. ലൂക്കോസ് സുവിശേഷം നമ്മൾ വായിച്ച ഭാഗത്ത് തന്നെയാണ്, ഇനി അവിടെ തന്നെ നിൽക്കുന്നത്. 1:13 വായിച്ചോ. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ചോദ്യം. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുവോ? എല്ലാവരും ഒരു ചോദ്യം. സക്കറിയാവേ, എലിസബത്ത് ആൻറ്റിയെ, നിങ്ങൾ എത്ര കാലമായി ഇത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട്? പാസ്റ്ററെ, ഇന്നിവിടെ ഉണ്ടെങ്കിൽ മറുപടി പറയും. കാലം നന്നായി പോയല്ലോ. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ നാൾ മുതലേ ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയമാണ്. ഏത്? സ്തോത്രം. ദൈവത്തിൻ്റെ സകല നീതിയിലും നടക്കുന്നവർക്ക്, ന്യായത്തിലും നടക്കുന്നവർ, നമ്മുടെ ഇന്നത്തെ പ്രാർത്ഥനയുടെ രീതിയാണെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ കട്ടിലേലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. വർഷങ്ങൾ കുറേ മുമ്പോട്ട് പോയപ്പോഴേ ചിലപ്പം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വാക്യവും കൂടെ കയറ്റുമല്ലോ, ബലത്തിന് അല്ലേ? കർത്താവേ, ഞങ്ങളുടെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവമാണ്, അബ്രഹാമിന് വയസ്സാം കാലത്ത് സന്തതിയെ കൊടുത്ത ശക്തനായ ദൈവമാണ് എന്നൊക്കെ കട്ടിലേലിരുന്ന് കൈ ഇറുക്കി പിടിച്ച ഈ അമ്മച്ചിയുടെ തൊലിയൊക്കെ ചുളുങ്ങിയ പ്രായമായി തുടങ്ങിയ കരത്തേൽ ഇറുക്കി പിടിച്ച് രാവിലെ പ്രാർത്ഥിച്ചാ ഈ ശുശ്രൂഷയ്ക്ക് ഇപ്പൊ വന്നേക്കുന്നേ. വാക്തത്വമൊക്കെ എടുത്തുദ്ധരിച്ച് ബലപ്പെട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞപ്പം, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായെന്ന് പറഞ്ഞപ്പം പുള്ളി പറഞ്ഞത് എന്താണെന്നറിയാവോ? ഞങ്ങള് കിഴവനും, ഞാനൊരു കിഴവനും എൻ്റെ ഭാര്യ ഒരു കിഴവിയുമാണ്. അനേകരുടെ വായി പ്രാർത്ഥനയുണ്ട് കേട്ടോ. ആ പ്രാർത്ഥന പലരുടെയും കൊന്തമാല പോലെ നമ്മൾ കണ്ടിട്ടില്ലേ? വ്യത്യസ്തമായി നമ്മുടെ ക്രൈസ്തവ വിഭാഗത്തിലെ ചില ആളുകൾ ജപമാല ചൊല്ലുമ്പോൾ അവർ വെളിയിലേക്ക് നോക്കിയിരിക്കുകയായിരിക്കും, എന്നാലും അതെന്ത് ചെയ്യും? നടന്നുകൊണ്ടിരിക്കും. സ്തോത്രം. കൊല്ലങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വീട്ടിൽ ചെന്നാൽ മതി, ആ മാല ചൊല്ലലിൻ്റെ വകഭേദം നമുക്ക് കാണാൻ പറ്റും. മൂത്ത മോൻ, രണ്ടാമത്തെ മോൻ, ഇളയ മോള് സൂസമ്മ, നമുക്ക് ഓർഡറുണ്ട്. ഇത് മനപ്പാടാക്കി വെച്ചേക്കുക. മനപ്പാടോ ഈ പ്രാർത്ഥന അല്ലേ? എന്നാൽ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, വാക്യമൊക്കെ ചേർത്തിയാ അടിച്ചത്, പ്രാർത്ഥിച്ചത്. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥന നാവിൽ അങ്ങ് ഫീഡായിട്ടേക്ക് അങ്ങ് കറക്റ്റ് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കുകയല്ലേ? കിടക്കാൻ പോകുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുകയാണത്. ആര്? നമ്മുടെ കാര്യമല്ലെന്നേ.
സക്കരിയാവ് പ്രാർത്ഥിച്ചെന്ന്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവായി ഞാൻ എഴുതി ചേർത്താണോ അത്? അല്ല. ഇത് എന്ന് മുതലാണെന്ന് നമുക്ക് ഊഹിക്കാലോ. കല്യാണം കഴിച്ച സമയം മുതലേ ആയിരിക്കാം. നീ അതിന് മുമ്പ് തുടങ്ങിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. എന്തായാലും പ്രാർത്ഥിക്കണം. നീ ചിരി വരണ്ട. ഈ കാര്യം ചിരിച്ചു കുഴപ്പമില്ല, സ്വാതന്ത്ര്യമുണ്ട്, ബലം പിടിച്ചൊന്നും ഇരിക്കണ്ട. എന്നാലും വിവാഹപ്രായമായ യുവാക്കൾ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹൈന്ദവ സഹോദരങ്ങൾക്കിടയിൽ അങ്ങനെ അവർക്കൊരു ഒരുക്കത്തിൻ്റെ ചില ദിവസങ്ങളൊക്കെ ഉണ്ട്. ജാതികൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് പ്രാർത്ഥിച്ച് സ്തോത്രം ആ ദൈവഹിതമൊക്കെ മനസ്സിലാക്കി സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും. ഹല്ലേലൂയ. വന്നിറങ്ങിയ വണ്ടിയുടെ പവറും സ്തോത്രം ഇട്ടിരിക്കുന്ന ജീൻസ് പാൻറ്റിൻ്റെ ഗെറ്റപ്പും മുൾഗ താടിയും മാത്രം കണ്ടിട്ട് യെസ് പറയരുത്. സ്തോത്രം. തിരിച്ചും റീൽസും സ്റ്റാറ്റസും അന്നിപ്പം മാത്രം കണ്ടേച്ച് എന്ത് ചെയ്യരുത്? ദൈവഹിതാണോ എന്നും കൂടെ ചോദിക്കണം. ഇവിടെ ഇരിക്കുന്ന യുവജനത്തോടാ പറയുന്നേ. ഇത്രയും പറഞ്ഞ് കാര്യം. ഇവര് പ്രാർത്ഥന തുടങ്ങി. എപ്പോ? കല്യാണം കഴിഞ്ഞപ്പോ മുതലായിരിക്കാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നാവി പ്രാർത്ഥനയുണ്ട്, ഹൃദയത്തിൽ നീ കേസ് എന്നേ എടുത്തു കളഞ്ഞു. നാവിൽ ഈ സാധനം ഉണ്ട്, ഹൃദയത്തിൽ നിന്ന് എന്നേ എന്ത് ചെയ്തു? ഇതെടുത്തു കളഞ്ഞു. നിർത്തുക. ഈ സന്ദേശം വലുതാ. എന്നാല് ദൈവം ഇത് അന്നേ എഴുതി വെച്ചു. ചിലപ്പോൾ ഇവരെ കരഞ്ഞു പ്രാർത്ഥിച്ചു കാണും. കരഞ്ഞു പ്രാർത്ഥിക്കാൻ കുറച്ചും കൂടെ ഒക്കെ മുന്നോട്ട് സക്കരിയാവിനേക്കാളും എലിസബത്തായിരിക്കും കരഞ്ഞു പ്രാർത്ഥിച്ചു കാണും. ഈ വിഷയ സംബന്ധമായി നീ കരഞ്ഞ കരച്ചിൽ, നിലവിളിച്ച നിലവിളി, നീ ഉരുകിയത്, സ്തോത്രം, നീ മാനസികമായി തകർന്ന് പ്രാർത്ഥിച്ചത്, ദൈവമേ ഈ ആയുസ്സിൽ എനിക്കതിന് മറുപടി ഉണ്ടാകുമോ എന്ന് നീ ദൈവത്തിന്റെ സന്നദ്ധയിൽ നിന്ന് ചോദിച്ചത്, ദൈവം എന്നിട്ടും നീ ഒരക്ഷരം പോലും മിണ്ടുന്നില്ലേ എന്നൊക്കെ ദൈവത്തോട് ചോദിച്ചത്, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി, ഉത്തരം അത് സംഭവിക്കും. എത്ര പേർക്ക് ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിക്കാൻ പറ്റും? ദൂത് പ്രകാശിക്കുന്നു. പുറമറ്റം സഭ സ്ഥാപിതമായ സമയത്ത് അന്ന് കണ്ണുനീരോടുകൂടെ പായിലിരുന്ന് പ്രാർത്ഥിച്ച അനേകം മാതാക്കളുടെ, അവരൊക്കെ പലരും ഇഹലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കാണും. ആമേൻ. ആമൻ പിതാക്കന്മാരുടെ, ഈ സഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പിതാക്കന്മാരുടെ, അവരൊക്കെ ഇവിടുന്ന് പോയി കാണും. ആമേൻ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന അവൻ ദീർഘകാലമായി സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അല്ല വ്യക്തിപരമായി ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, കുടുംബമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സഭയുടെ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുടെ പ്രാർത്ഥനയുടെ അവൻ ഉത്തരം, മറുപടി അത് സംഭവിക്കും. പ്രാർത്ഥനയുടെ മറുപടി ഞാൻ കാണാൻ പോകുക, ഞാൻ അതിനെ തൊടാൻ പോകുക, ഞാൻ അതിനെ അനുഭവിക്കാൻ പോകുകയാണ്. ൂടാ
റോഷേരേകേബേനി. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. 3, 4, 14 വാക്യം പറഞ്ഞു പോകാം. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, പലർക്കും സന്തോഷം ഉണ്ടാകും. ഇതും സംഭവിക്കാൻ പോവാണ്. മുഖത്തെ ആ മ്ലാനതയില്ലേ, അവൻ പലരുടെയും മുമ്പിലേക്ക് ഇറങ്ങിച്ചെന്ന് ചിരിക്കുമ്പോൾ ചിരിക്കാനുള്ള മാനസികാവസ്ഥയല്ല, എന്നാൽ ചിരിയല്ല, എന്നാൽ എങ്ങനെ ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേക കൃത്രിമഭാവം. ചില ആളുകൾ ചിരിക്കുമ്പോൾ ഈ കഥകളിയുടെ മുഖം പോലെ കണ്ടിട്ടുണ്ടോ? വടക്കൻ കൗളൊക്കെ, അത് കൃത്രിമ ചിരിയാണ്. ഒരു നന്നായി ഹൃദയം തുറന്ന് ചിരിക്കാൻ പോലും പറ്റാത്തതാണ്. ദീർഘനാളുകളായിട്ടുള്ള നിന്റെ സ്വകാര്യ ദുഃഖമില്ലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവിടെ എൻ്റെ ദൈവം തമ്പുരാൻ സന്തോഷവും ആനന്ദവും മാത്രമല്ല പലർക്കും, ആ പലരി തുടങ്ങിയ സന്തോഷം. എത്ര കാലമായി സന്തോഷിച്ചിട്ട്? ഇസ്രായേൽ പറയും 400 കൊല്ലമായി സന്തോഷിച്ചിട്ട്. ആമേൻ. ദൈവം ഞങ്ങളോട് മിണ്ടിയിട്ട് പോലും ഇല്ല. ആമേൻ. ദീർഘനാളായിട്ട് സന്തോഷിക്കാൻ പറ്റാത്ത മാനസികാവസ്ഥയുടെ സ്ഥിതി മാറ്റാൻ എൻ്റെ ദൈവത്തിന്റെ ഇടപെടൽ, അവൻ നിന്റെ വ്യക്തിപരമായ വിഷയത്തിൽ, നിന്റെ ശരീരത്തിൽ, നിന്റെ കുടുംബത്തിൽ, ഓ റബന ഹതുരി ധ്യാനകസിയാദന, ഈ ദൂത് എത്ര പേർ ഏറ്റെടുക്കുന്നുണ്ട്? വെളിപ്പെടാൻ പോകുന്ന തലമുറ, പുറപ്പെടാൻ പോകുന്ന തലമുറയുടെ പ്രത്യേകത 15 വാക്യം. വേർപാടുള്ള, അവന് എല്ലാം കഴിക്കത്തില്ല, അവൻ വേർപാടുള്ള തലമുറയാണ്. നീ അവനെ പ്രത്യേകിച്ച് സക്കരിയാവേ, നീ അങ്ങനെ പോകരുത്, ഇങ്ങനെ പോകരുത്, നീ ഉപദേശമൊന്നും കൊടുക്കണ്ട. അവൻ വേർപാടുള്ളവനായിരിക്കും. അടുത്തത്, അവൻ പരിശുദ്ധാത്മ നിറവുള്ള തലമുറയാണ്. അത് പുറമറ്റത്ത് സംഭവിക്കാൻ പോവാണ്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ പറ്റും? വേർപാട് അനുഷ്ഠിക്കുന്ന ഒരു തലമുറ, വിശുദ്ധിയിൽ നിൽക്കുന്ന തലമുറ, ഉപദേശത്തിൽ നിൽക്കുന്ന തലമുറ, വചനത്തിൽ നിൽക്കുന്ന തലമുറ, പരിശുദ്ധാത്മാവ് നിറമുള്ള തലമുറ, ആത്മാവിൽ ആരാധിക്കുന്ന ഒരു തലമുറ ഈ സഭയ്ക്കകത്ത് നിന്ന് എഴുന്നേൽക്കുമെന്ന് ഇന്ന് പകലിൽ ഒരു പ്രവചന ദൂതായി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറുമ്പോൾ അത് ഏറ്റെടുക്കുന്ന സഭ, അത് ഏറ്റെടുത്ത ദൈവത്തെ സ്തുതിച്ചാരാധിക്കാം. ഈ വചനത്തിന്റെ നിവർത്തി ഇവിടെയുള്ള യുവജനത്തിന്റെ മേൽ, ഇവിടെയുള്ള യുവതികളുടെ മേൽ, ഇവിടെയുള്ള യുവാക്കന്മാരുടെ മേൽ, അവരുടെ സഞ്ചാര പാതകളിൽ, അവരുടെ ആത്മീക കൂട്ടായ്മകളിൽ, ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ, അവരുടെ ഫിഗറിൽ, അവരുടെ ഇടപാടുകളിൽ എല്ലാം അത് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. ഞങ്ങളത് സ്വീകരിക്കുന്നു. ഏറ്റെടുക്കുന്ന യുവജനം ഇത് ഏറ്റെടുത്ത് അല്പനേരം ദൈവത്തെ ആരാധിച്ച്, ഉപദേശമുള്ള തലമുറ, അഭിഷേകമുള്ള തലമുറ, ആത്മവ്യാപാരത്തിന്റെ കീഴെയുള്ള തലമുറ, പരിശുദ്ധാത്മ പൂർണ്ണരായ തലമുറ പുറമറ്റം സഭയ്ക്ക് അകത്തുനിന്ന് എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, എഴുന്നേൽക്ക. ശാഥേനി രേഥേനി വൈഡന രമധന അട്ടഗമന രമധനി പ്രബദന വൈഷന അൽഖരാധനഗസിയാധന പ്രബോധനി വൈഡന ദിഗൽഖനഗ മനഗശസിയാധന ഓ രേഷഖേബനി. എപ്പോൾ സംഭവിക്കും? ഗലാത്യർ 4:4 കാലസമ്പൂർണത അടുത്തപ്പോൾ സംഭവിക്കും. എൻ്റെ ദൈവം ഒരു സമയം നിനച്ചു വെച്ചിട്ടുണ്ട് തൻ്റെ ഘടികാരത്തിൽ.
ആ സമയത്ത് സംഭവിക്കും. യോഹന്നാന്റെ കാലമായപ്പോൾ ആ സമയം അടുത്തു കഴിഞ്ഞു. സ്തോത്രം ചെയ്യാം. അടുത്തത് സ്തോത്രം എപ്പോൾ സംഭവിക്കും? സക്കറിയാവിന്റെ എല്ലാ പ്രതീക്ഷയും തീർന്ന സമയത്ത് സംഭവിക്കും. സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. നിന്റെ എല്ലാ പ്രതീക്ഷയും തീർന്ന സമയമില്ലേ, ആ സമയം ദൈവം എൻ്റെ സമയമായി, തൻ്റെ പ്രവൃത്തിയുടെ സമയമായി, ദൈവം എഴുന്നേൽക്കുന്ന സമയമായി, ദൈവം മറുപടി നൽകുന്ന സമയമായി ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആർത്തേനെ രാധന വംശരാധന ഘടകപരാധന എവിടെ സംഭവിക്കും? 6-ാമത്തെ വാക്യം, ഇരുവരും ദൈവത്തിന്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായിരുന്നു. എവിടെ സംഭവിക്കും? കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് നിൽക്കുന്ന വീട്ടിൽ. ആമേൻ. കർത്താവിൻ്റെ ന്യായങ്ങളിൽ നിൽക്കുന്ന വീട്ടിൽ. ഒന്നും കൂടെ തെളിച്ച് പറയാം, വചനം അനുസരിച്ച് നിൽക്കുന്ന വീട്ടിൽ. ഒന്നും കൂടെ പുതിയ നിയമത്തിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം, പുതിയ നിയമത്തിന്റെ സത്യ ഉപദേശത്തിൽ നിലനിൽക്കുന്നവന്റെ വീട്ടിൽ. അങ്ങനെയെങ്കിൽ ഇന്ന് ഈ തീരുമാനം ദൈവസന്നിധിയിൽ എത്ര പേർക്ക് എടുക്കാൻ പറ്റും? കരങ്ങളൊന്ന് ഉയർത്തി പറയാമോ? നിങ്ങളുടെ കയ്യിലെ ബൈബിൾ കൂടെ ഒന്ന് എടുത്താട്ടെ, ബൈബിൾ കൂടെ എടുത്താട്ടെ. ആമൻ. ഈ ബൈബിൾ ഒന്ന് ഉയർത്തി വലങ്കരത്തിൽ പിടിച്ചുകൊണ്ട് പറയാം. നമുക്ക് ചേർന്നിങ്ങനെ പറയാം, ഞാൻ ഉപദേശത്തിൽ നിലനിൽക്കും, ഞാൻ കർത്താവിൻ്റെ ന്യായങ്ങളിൽ നടക്കും, ഞാൻ കർത്താവിൻ്റെ ആമൻ ഉപദേശത്തിൽ നടക്കും, ഞാൻ കർത്താവിൻ്റെ ന്യായങ്ങളിൽ നിൽക്കും, ഈ പുതിയ നിയമ ഉപദേശത്തിൽ നിൽക്കും. ആ കുടുംബങ്ങളിൽ, ആ വ്യക്തികളിൽ ആമൻ സ്തോത്രം, എൻ്റെ ദൈവം അത് സംഭവിപ്പിക്കും. എല്ലാ കണ്ണുകളും അടച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആമൻ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഇന്ന് ഈ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾ ആയി ഭാരപ്പെടുന്നവർ, മാനസികമായി വ്യഥ അനുഭവിക്കുന്നവർ, കർത്താവെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവർ, ജീവിതത്തിൽ ആമേൻ പ്രതീക്ഷ ായി ഇന്ന് മീറ്റിംഗിൽ സംബന്ധിക്കുന്നവർ, ഇന്ന് ഈ ആലോചന ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ, അവരെയൊക്കെ ദൈവകരത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അധികാരമുള്ള ഈ വചനം ഇപ്പോൾ സംഭവമായി, ഇപ്പോൾ പ്രവൃത്തിയായി, ഇപ്പോൾ സൗഖ്യമായി, ഇപ്പോൾ സമാധാനമായി, രോഗശാന്തിയായി, വിഷയങ്ങളുടെ മേൽ വിടുതലായി യേശു ക്രിസ്തുവിൻ നാമത്തിൽ തീരുമാറാകട്ടെ. ആമേൻ.